മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ തനിക്ക് അയച്ചു തന്നിട്ടുള്ള ആ നമ്പറിലോട്ട് തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എനിക്ക് നേരിട്ടൊന്ന് കാണണമായിരുന്നു എന്ന് പറയുവാണ്. അങ്ങനെ ഒരു സ്ഥലം പറയുന്നുണ്ട്. ആ സ്ഥലത്തോട്ട് മഞ്ജു എത്തുന്നുണ്ട്. അപ്പോഴാണ് സാഗറാണ് അവിടെ ഉള്ളതെന്ന് അറിയുന്നത്. സാഗറിൻ്റെ ഫോണിൽ നിന്നാണ് ഈ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നതെന്നൊക്കെ മഞ്ജുവിന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ മഞ്ജു ചോദിക്കുന്നുണ്ട്, നീ എന്താണ് മേഘേട്ടനെ കൊടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പം സാഗർ പറയുന്നുണ്ട്, മാഡം ഇത് വിശ്വസിക്കണം, എനിക്ക് എല്ലാ കാര്യങ്ങളും മേഘനാഥൻ സാറിൻ്റെ അറിയാം. അദ്ദേഹത്തിന് ഈ ഒരു പെൺകുട്ടി മാത്രമല്ല, എല്ലാ പെൺകുട്ടികളുമായിട്ടും വളരെ അടുപ്പത്തിലാണ് എന്നുള്ള കാര്യം പറയാണ് സാഗർ. അപ്പോൾ ഈ ഫോട്ടോയിൽ അയച്ചു തന്ന പെൺകുട്ടി ആരാണെന്നും എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാനസ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേരെന്നും ഈ ബന്ധത്തിൽ അവർക്ക് ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഞ്ജു ആകെ ഞെട്ടിപ്പോവുകയാണ്. അന്നേരം മഞ്ജു ചോദിക്കുന്നു, നീ അനാവശ്യമായ കാര്യങ്ങളെല്ലാമാണ് പറയുന്നത്, മേഘേട്ടനെ കുറിച്ച് നീ എന്താ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് മഞ്ജു ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട്, മാഡത്തിന് വിശ്വാസമില്ലെങ്കിൽ ഇനി മാഡത്തിന് ആ വീട് ഞാൻ കാണിച്ചു തരാം, അവരുടെ വീട്ടിൽ ആ കുട്ടിയെയും ഞാൻ കാണിച്ചു തരാം. ഇനി മേഘനാഥൻ സാറ് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ മാഡത്തിനെ വിളിച്ച് പറയാം, മാഡം അവിടെ വരുമ്പോൾ നേരിട്ട് കാണുകയും ചെയ്യാമല്ലോ, അങ്ങനെ മാഡത്തിന് വിശ്വാസമാകുമല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മഞ്ജു എല്ലാ വിവരങ്ങളും മേഘനാഥൻ്റെ എല്ലാ കള്ളത്തരങ്ങളും സാഗറിൽ നിന്നും അറിയാനിടയാകുകയാണ്. പിന്നീട് സാഗർ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയുടെ പിറകെയും മേഘൻ സാർ ഒരുപാട് നാൾ പിറകെ നടന്നതാണ്. പക്ഷേ ആ മാഡം ഒരിക്കലും വഴങ്ങാത്തത് കൊണ്ട് ആ മാഡത്തിൻ്റെ അടുത്ത് ഒരു കളിയും ഈ സാറിൻ്റെ നടന്നില്ല. ആ മാഡത്തിൻ്റെ കയ്യിൽ നിന്നും ചുട്ട അടിയും ഈ മേഘനാഥൻ സാറ് വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യവും മഞ്ജുവിനെ അറിയിക്കുകയാണ്. അപ്പോൾ മഞ്ജുവിനെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. മേഘേട്ടനെക്കുറിച്ച് കണ്ണേട്ടനും എടത്തിയും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത് ശരിയായി വരികയാണല്ലോ എന്നോർക്കുമ്പോൾ മഞ്ജുവിന് വളരെ വിഷമമാവുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, അവർ പറയുന്നത് പോലെ കേട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വരില്ലായിരുന്നു എന്നോർത്ത് മഞ്ജു വളരെയേറെ വിഷമിക്കുകയാണ്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന മഞ്ജു മേഘനാഥൻ്റെ ഫോണെല്ലാം പരിശോധിക്കുന്നു. അതിൽ മാനസ എന്ന പെണ്ണിൻ്റെ പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ടോ. അപ്പോഴേക്കും മേഘനാഥൻ്റെ ഫോണിൽ മാനസ എന്ന പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടത് കാര്യം മഞ്ജു കാണുന്നു. അപ്പോഴേക്കും മഞ്ജുവിന് പൂർണ്ണമായിട്ടും ഇത് വിശ്വാസമാകുകയാണ്. ഈ മാനസയുമായിട്ട് മേഘേട്ടന് ചില ബന്ധങ്ങളുള്ള കാര്യം ഇപ്പോഴാണ് മഞ്ജുവിന് പൂർണ്ണമായിട്ടും വിശ്വാസമാകുന്നത്. അങ്ങനെ മഞ്ജു സർവ്വ പെണ്ണുങ്ങളുടെയും നമ്പറും കാര്യങ്ങളും എല്ലാം തപ്പിയെടുക്കുന്നുണ്ട് മേഘനാഥൻ്റെ ഫോണിൽ നിന്നും. അങ്ങനെ മേഘനാഥനെ എല്ലാ തരത്തിലും കൊടുക്കാനുള്ള ശ്രമം നടക്കാൻ പോവുകയാണ് മഞ്ജുവിൻ്റെ അടുത്തു നിന്നും. പിന്നീട് സാഗർ ഇതെല്ലാം പോയി മാർക്കോനോട് പറയുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് സർവ്വ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും മാഡത്തിന് മനസ്സിലായിട്ടുണ്ടെന്നുമുള്ള കാര്യം സാഗർ പറയുകയാണ് മാർക്കോനോട്. അപ്പം മാർക്കോ പറയുന്നുണ്ട്, അവൻ അങ്ങനെ തന്നെ വേണം, അവൻ എന്നെ പെണ്ണ് കേസിലല്ലേ കൊടുക്കാൻ ശ്രമിച്ചത്, അവനിപ്പോൾ പെണ്ണ് കേസിൽ തന്നെ കുടുങ്ങുകയും ചെയ്തല്ലോ, അത് സ്വന്തം ഭാര്യയിൽ നിന്ന് തന്നെ അവന് തിരിച്ചിട്ട് കിട്ടിക്കോളും, എല്ലാ ശിക്ഷയും അങ്ങനെയാണ് അവന് കിട്ടാൻ പോകുന്നത്, എന്നാലാണ് ഇവനിക്ക് എല്ലാവരെയും പറ്റിച്ചതും എല്ലാവരെയും ദ്രോഹിച്ചതിനുള്ള മറുപടി ആകുകയുള്ളൂ എന്നുള്ള കാര്യം മാർക്കോ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിലും അവനൊരു തിരിച്ചടി കിട്ടണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ മാർക്കോ പറയുകയാണ്. അങ്ങനെ മേഘനാഥൻ്റെ പതനം സംഭവിക്കാൻ പോകുന്നിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.